ഹലോ ഗായ്സ്, വെൽക്കം ടു ലോലൻ ആൻഡ് ലോലി വ്ളോഗ്സ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ക്രിസ്മസ് ഡേക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടും അതുപോലെ ക്രിസ്മസ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിന് മുൻപുള്ളൊരു സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നത് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ള ജീൻസും ഇങ്ങനൊരു ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പാണ്. പിന്നെ ഞാൻ ക്രീം അപ്ലൈ ചെയ്തു, കാരണം എനിക്ക് പൗഡർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്തെങ്കിലും ക്രീം കാര്യങ്ങൾ എനിക്ക് അപ്ലൈ ചെയ്യണം, എന്നാലാണ് എനിക്കൊരു മുഖത്തിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ട്, ഈ അപ്ലൈ ചെയ്യണ രീതി ഒന്നും ശരിയാണെന്ന് അറിയില്ല, പക്ഷേ ഇതാണ് ഞാൻ കാലങ്ങളായിട്ട് ആചരിച്ച് വരുന്ന രീതി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഐലൈനർ ഇട്ടു. ഐലൈനർ ഇടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാസ്ലർ മാത്രമേ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൂ. അത് മാത്രമല്ല, ഞാൻ നൈസായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷേ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് തിക്നെസ്സായിട്ട് പോകും, എന്നാൽ കുറച്ച് കട്ടി കൂടി പോകും. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല, പക്ഷേ പിന്നെ മായച്ചിട്ട് എഴുതുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ എഴുതി കൊടുക്കും. അത് കാരണം ഒരു സൈഡിൽ നീളം കുറവും ഒരു സൈഡിൽ തടിയും പലതും ഫീൽ ചെയ്യും. ഞാനത് കാര്യമാക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പ് ലൈനർ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം നമ്മൾ മാത്സൊക്കെ ഹോം വർക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ഇടില്ലേ മാത്സ് ബുക്കിൽ, അതേപോലെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് പോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതും ഞാനൊരു ആചരിച്ച് വരുന്ന രീതിയാണ്. അപ്പോൾ ഞാനത് ലിപ്സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് 100 രൂപയുടെ ഉള്ളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ലോങ് ലാസ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, കാരണം രാവിലെ ഓഫീസിലേക്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പോവാതെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തീർന്നു. അപ്പോൾ എനിക്ക് വേറെ തന്നെ മേടിക്കണം, പക്ഷേ ഞാൻ മാക്സിമം ഊറ്റി തീർത്തിട്ടേ ഞാൻ അടുത്ത് മേടിക്കാറുള്ളൂ. അത്രയും പിശുക്കാണ്. അപ്പോൾ ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞു പൊട്ട് വെച്ചെടുക്കുകയാണ്. ആദ്യമൊക്കെ വലിയ വലിയ പൊട്ടായിരുന്നു, പിന്നെ ഞാനിപ്പോൾ കുഞ്ഞു പൊട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പൊട്ട് തീരുമ്പോൾ വീണ്ടും വലിയ പൊട്ടിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഹെയറിൻ്റെ ഇവിടെ നിന്ന് അധികം എടുത്തില്ല, കാരണം പെട്ടത്തലയിൽ എന്ത് കാണിക്കാനാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെയൊരു ചെറിയൊരു ബണ്ണിട്ടിട്ട് ഞാൻ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ ഞാൻ കുറേ നേരം വീഡിയോ എടുത്ത് കറങ്ങി. എല്ലാവരും എന്നെ നോക്കുക, ഞാൻ ഈ ഫോണും പിടിച്ച് തെക്കം വടക്കം നടക്കണം കണ്ടിട്ട്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. പക്ഷേ ഞാനൊരു ലാസ്റ്റ് ഒരു ഒപ്പീനിയൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് കിച്ചനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ച് എനിക്കൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു, നീ ഇങ്ങനെ നടന്ന് നോക്കിയിട്ടൊരു കാര്യമില്ല, നീ 4-5 സെലക്ട് ചെയ്യുന്നിട്ട് ട്രയൽ റൂമിൽ പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് ഏതവനത് ഞാനത് നോക്കിയിട്ട് ട്രയൽ റൂമിൽ പോയപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇതൊരു ഫങ്ഷൻ ലെവലിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ താഴെ ഇടാനായിട്ടുള്ള പാൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വേറെ വീണ്ടും പോകേണ്ടി വരും. അപ്പം ഞാനിതൊന്ന് ചോയ്സ് ആക്കി അവിടെ വെച്ച് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റ്, അതുപോലെ പീച്ച് കളർ, പീച്ചാണ്ട് അത് റോസല്ല, പീച്ച് കളർ, പിന്നെ ഒരു മാമ്പഴത്തിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, ആ കളറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ആ ഡ്രസ്സ് ഹാപ്പി ആയി തന്നെ പറയാം, കാരണം നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മളെയും കൂടി ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രയൽ റൂമിലെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. അത് ട്രയൽ റൂമിലുണ്ടായിരുന്ന പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലേത് ഡ്രസ്സായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഞാനതെടുത്തിട്ട് കുറേ നേരം ഷോ കാണിച്ച്. പിന്നെ ഇത് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഷോ കാണിക്കണമെങ്കിൽ ഞാൻ ഒട്ടും പുറകിലല്ല. അപ്പം ഞാൻ കുറേ നേരം ഡാൻസ് കളിച്ച് അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് പിക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഞാൻ കുറേ നേരം പോസ്റ്റ് ആയിട്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ത്രെഡ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റായി, കാരണം കുറച്ച് VIP കൾ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫേഷ്യൽ കാര്യങ്ങൾ. നമ്മൾ വെറും ത്രെഡിങ് മാത്രം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഫെച്ചിയിലേക്കാണ് എനിക്ക് ഗിഫ്റ്റ് മേടിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പാപ്പ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പാപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ നോക്കി നടന്നു കേട്ടോ, മേടിക്കുകയല്ല കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്രിബ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. ഇതൊരവസരമല്ല, കാരണം ഈ ക്രിസ്മസിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് മിസ്സിങ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം ഫെച്ചിയിലേക്ക് കിട്ടും. അവിടെ നമുക്ക് എല്ലാവിധ സാധനങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പാപ്പകൾ മുതൽ, അതായത് ക്രിസ്മസ് പാപ്പ മുതൽ
4 വരെ നമുക്കവിടെ അവൈലബിൾ ആണ്. നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനും അതുപോലെ ക്രിസ്മസ് ക്രിബ്, പിന്നെ നമ്മുടെ ആർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെജിയുടെ ഉപയോഗം, ഫെജിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കിയപ്പോൾ കാരണം നമുക്ക് എന്തൊക്കെ ആവശ്യം വരിക എന്നുള്ളത് അറിയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ഉണ്ട്. ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ ഒരുപാട് കളേഴ്സിലും ഒരുപാട് വെറൈറ്റി പൂക്കളൊക്കെ ആയിട്ട് അവിടെ കിട്ടും. പിന്നെ കുറേ ക്രിസ്റ്റലിൻ്റെ സാധനം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഞാൻ നോക്കാൻ പോയ സാധനം എനിക്കവിടെ കിട്ടിയില്ല. ഇന്നത് നോക്കാനല്ല, പക്ഷേ എനിക്ക് അഫോർഡബിൾ പ്രൈസായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്ന് മനസ്സുകൊണ്ട് തോന്നുന്ന ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം കിട്ടാറുണ്ടായിരുന്നു, പക്ഷേ ഗിഫ്റ്റ് കാര്യങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ കുറേ ഉണ്ണീശു അതുപോലെ അങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം നൈസായിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്ത് ഞാൻ ഇറങ്ങി. കാരണം ഒരു സെക്ഷൻ മൊത്തം ക്രിസ്മസിൻ്റെ ഐറ്റംസും ആണ് ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്തു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൂമ കോംപ്ലക്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ DC ബുക്സിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. പക്ഷേ കുഴപ്പമില്ല, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു. DC ബുക്സിൽ പോയി. പക്ഷേ ബുക്സ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ DCയിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതെല്ലാം പരതി നോക്കി വെറൈറ്റി ബുക്സുകളൊക്കെ നോക്കിയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എവിടെയോ വായിച്ചില്ല, കേട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗിഫ്റ്റ് കേട്ടോ, എഴുത്തിടം. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതുപോലെ തന്നെ റാംകെയർ ഓഫ് ആനന്ദൊക്കെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ബുക്കുകളാണ്. പിന്നെ ഞാനത് കഴിഞ്ഞ് വീടെത്തി. ഇതെനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കുകയാണ്. നമുക്കിപ്പോൾ വായിച്ച ബുക്കുകളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഉപകാരപ്പെടുക. അതിനെനിക്കൊരു ബുക്ക്ലെറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് മാർക്കറൊക്കെ യൂസ് ചെയ്യാം. പിന്നെ 2 വൗച്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വൗച്ചറും നമുക്ക് ഓൺലൈനും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അത് 500-ന് മുകളിൽ 500 തൊട്ടുള്ള ബുക്സുകൾക്കാണ് നമുക്ക് ഓഫറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഓട്ടപ്പാച്ചിൽ ഇന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ എത്തി ഫ്രഷ് ആയിട്ടിരുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ബുക്കിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ ഇത്രയും ബുക്ക് ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇതാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.